എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റത്തെ ഇതൊരു തമിഴ് മൂവിയാണ് മാർഗൺ. വിജയ് ആന്റണി, അജയ് ജിഷൻ, സമുദ്രകനി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ലിയോ ജോൺ പോൾ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് മാർഗൺ. കഥ ചുരുക്കി പറയുകയാണെങ്കിൽ, നഗരത്തിൽ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി കാണപ്പെടും. ഈ ഡെഡ് ബോഡി മൊത്തത്തിൽ കറുത്ത ഒരവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളോടെയാണ് കഥ പോകുന്നത്. ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ജൂലൈ 25-ന് ആമസോൺ പ്രൈമിൽ ഇത് റിലീസ് ചെയ്യും. അടുത്തൊരു തമിഴ് മൂവിയാണ് രജപുത്തിരൻ. പ്രഭു, വെട്രി, കൃഷ്ണപ്രിയ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മഹാകാന്തൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് രജപുത്തിരൻ. തമിഴ്നാട്ടിലെ ഗ്രാമത്തിലെ ഒരു കർഷകൻ അദ്ദേഹത്തിൻ്റെ മകനെ കള്ളപ്പണ റാക്കറ്റിൽ രക്ഷിക്കുന്നതും അതോടൊപ്പം അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ കഥ കൂടിയാണ് ഇതിൽ പറയുന്നത്. ജൂലൈ 25-ന് ആഹാ തമിഴ് OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യും. അടുത്തത് തങ്കമണി എന്ന മലയാളം മൂവിയാണ്. 1986 ഒക്ടോബറിൽ തങ്കമണിയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ദിലീപ്, മനോജ് കെ ജയൻ, മേജർ രവി, നീതാപിള്ള എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രതീഷ് രഘുനന്ദൻ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് തങ്കമണി. ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജൂലൈ മാസം തന്നെ ഇത് റിലീസിനെത്തും. അടുത്തത് ഗെറ്റ് സെറ്റ് ബേബി എന്ന മൂവിയാണ്. ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ, ചെമ്പൻ വിനോദ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടുകയും ചെയ്തു. മനോരമ മാക്സ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നെക്സ്റ്റ് വീക്ക് ഇതിൻ്റെ റിലീസ് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റ് ആഭ്യന്തര കുറ്റവാളി എന്ന മൂവിയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി, തുളസി, ജഗദീഷ്, ഹരിശ്രീ അശോകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ സേതുനാഥ് പത്മകുമാർ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഇത് ഒരു കോമഡി മൂവിയാണ്. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇതുവരെ ഇതിൻ്റെ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല. അടുത്തന്നെ റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് ഫുട്ടേജ്. മഞ്ജു വാര്യരെ കേന്ദ്ര കഥാപാത്രമാക്കി സൈജു ശ്രീധരൻ സംവിധാനം ചെയ്ത ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് ഫുട്ടേജ്. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നെക്സ്റ്റ് വീക്ക് റിലീസാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന മൂവിയുമായി ബന്ധപ്പെട്ടതാണ്. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ഡെന്നോ ഡെന്നിസ് രചനയും സംവിധാനവും ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ബസൂക്ക. മമ്മൂട്ടിയെ കൂടാതെ ഗൗതം മേനോൻ, ഷൈം ടോം ചാക്കോ, സിദ്ധാർത്ഥ് ഭരതൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. 2025 ഏപ്രിൽ 10-നാണ് റിലീസ് ചെയ്തത്. ബസൂക്കയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ബസൂക്ക ലാസ്റ്റ് വീക്ക് റിലീസ് ചെയ്യുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നെങ്കിലും റിലീസ് ചെയ്തില്ല. നെക്സ്റ്റ് വീക്ക് 28-ന് റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ട്. അടുത്തൊരു അപ്ഡേറ്റ് പൃഥ്വിരാജ് നായകനായ ഹിന്ദി ചിത്രമാണ്. ഇതിൽ പൃഥ്വിരാജിനെ കൂടാതെ കാജോൾ, പ്രമുഖ നടൻ സെയ്ഫ് അലി ഖാൻ്റെ മകൻ ഇബ്രാഹിം അലി ഖാൻ എന്നിവരാണ് ഇതിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഈ സിനിമയിൽ പൃഥ്വിരാജിൻ്റെയും കാജോളിൻ്റെയും മകൻ്റെ വേഷത്തിലാണ് ഇബ്രാഹിം അലി ഖാൻ അഭിനയിക്കുന്നത്. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. അതിലൂടെ ഫാമിലി ഡ്രാമ കൂടെ അവതരിപ്പിക്കുന്നതായാണ് ട്രെയിലറിൽ സൂചിപ്പിക്കുന്നത്. സർ ജമീൻ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇന്ന് രാത്രി 12 മണി മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും.